ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ആപ് ജേസെ കോയ് എന്ന് പറയുന്ന ഒരു ഹിന്ദി മൂവിയാണ്. കഥയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ നായകനായ ശ്രീരേണുവിന്റെ കുട്ടിക്കാലമാണ്. അവനൊരു പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്യുന്നു. എന്നാൽ അവളാകട്ടെ അവനെ റിജക്ട് ചെയ്യുകയാണ്. വലിയ ഗ്ലാമറൊന്നും ഇല്ലാത്ത ഇവള് പോലും തന്നെ റിജക്ട് ചെയ്യുന്ന കാരണം ശ്രീരേണു ആകെ സങ്കടത്തിലായി. ചെറുപ്പത്തിൽ കിട്ടിയ റിജക്ഷൻ അവന് പിന്നീട് പല തവണയും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ നായകൻ വളർന്നു വലുതായി. കുറച്ചധികം വലുതായി എന്ന് പറയുന്നതായിരിക്കും നല്ലത്. 42 വയസ്സുണ്ട് നമ്മുടെ നായകന്. പക്ഷെ ഇതുവരെയും വിവാഹം നടന്നിട്ടില്ല. ഒരു സാൻസ്ക്രിറ്റ് അധ്യാപകനായിരുന്നു ശ്രീരേണു. വിവാഹം കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇതുവരെ ഒരു റിലേഷൻഷിപ്പിലും പോയി പെട്ടിട്ടില്ല. അവൻ ഒരു വെർജിനാണ്. ഇത് ശ്രീയുടെ സഹോദരൻ ബാനു. എപ്പോ നോക്കിയാലും ശ്രീ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഉപദേശിച്ചുകൊണ്ടേയിരിക്കും. ഇത് ശ്രീയുടെ ചേട്ടന്റെ ഭാര്യ കുസും. സ്വന്തമായിട്ടൊരു അച്ചാർ ബിസിനസ് തുടങ്ങണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം. എന്നാൽ അവരുടെ ഹസ്ബൻഡ് ബാനു അതിനൊന്നും വലിയ സപ്പോർട്ടൊന്നും കൊടുത്തിരുന്നില്ല. എന്തിനും ഏതിനും അവർ അഭിപ്രായം ചോദിക്കുന്നത് ശ്രീയോടാണ്. ശ്രീക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് പലയിടത്തു നിന്നും ആലോചന കൊണ്ടുവരുന്നതും കുസുമായിരുന്നു. 42 വയസ്സെന്നുള്ളത് ഒരു 39 എല്ലാവരോടും പറഞ്ഞാൽ മതിയെന്ന് അവരവനോട് പറയുമെങ്കിലും താൻ ആരോടും കള്ളം പറയാനൊന്നും നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവനുള്ള സത്യം തുറന്നു പറയും. അത് കാരണം പല ആലോചനകളും മുടങ്ങും. ശ്രീ പഠിപ്പിക്കുന്ന സ്കൂളിലെ കുട്ടികൾ പോലും ഇയാൾ എപ്പോഴും വെർജിനായിട്ടിരിക്കുന്നത് കാരണം അയാളെ അതൊക്കെ പറഞ്ഞ് കളിയാക്കും. തന്റെ ക്ലാസ്സിലെ രാകേഷ് എന്ന് പറയുന്നൊരു പയ്യനായിരുന്നു ഏറ്റവും കൂടുതൽ ശ്രീയുമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത്. എന്നാൽ ശ്രീക്ക് അവരോടൊന്നും ഒരു ദേഷ്യമില്ല. അതെല്ലാം തമാശയായിട്ട് മാത്രമേ അയാൾ കണക്ക് കൂട്ടിയിട്ടുള്ളൂ. ശ്രീ വീണ്ടും വിവാഹാലോചനയ്ക്ക് വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കും. എന്നാൽ അയാളെ പെൺകുട്ടികൾ ഓരോ കാരണങ്ങൾ പറഞ്ഞ് റിജക്ട് ചെയ്യും. ടീച്ചർ ആയതിന്റെ പേരിൽ റിജക്ഷൻ കിട്ടി, സാൻസ്ക്രിറ്റ് പഠിപ്പിക്കുന്നതിൽ റിജക്ഷൻ കിട്ടി, മാത്രമല്ല ലുക്കിലും ഏജിലും അങ്ങനെ എല്ലാത്തിലും റിജക്ഷൻ കിട്ടി. ഓരോ പെൺകുട്ടികൾക്കും ഓരോ കാരണങ്ങളായിരുന്നു. ഒടുവിൽ ശ്രീയുടെ കൂട്ടുകാരൻ ദീപക്കാകട്ടെ അവനോട് പറയുന്നുണ്ട്, നീ ഇങ്ങനെ സിംഗിൾ ആയിട്ട് നടക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ആപ്പിൽ ജോയിൻ ചെയ്യ്. അതൊരു സെക്സ് ചാറ്റിംഗ് ആപ്പാണ്. നിനക്ക് ഇഷ്ടം പോലെ സ്ത്രീകളെ കമ്പനിക്ക് കിട്ടും. നിന്റെ ഫേസ് കാണിച്ച് നീ ആരോട് സംസാരിക്കണ്ട. കോള് ചെയ്യുന്നത് ആരാണെന്ന് പോലും അവർക്കറിയില്ല. അതിനകത്ത് മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നിനക്ക് ഇഷ്ടം പോലെ സ്ത്രീകളെ കോൾ ചെയ്യാം. അവരിങ്ങോട്ട് നിന്നെ കോൾ ചെയ്യും. പിന്നെ നിനക്ക് ഈ ബോറടിയും ഒരു വിഷമവും ഒന്നും തന്നെ ഉണ്ടാകില്ല. എന്താ സംഭവം എന്നൊക്കെ അറിയാന്ന് വിചാരിച്ചിട്ട് ദീപകിന്റെ നിർബന്ധം കാരണം ശ്രീ അതിനകത്തൊരു മെമ്പർഷിപ്പ് എടുത്തു. അങ്ങനെ അന്ന് രാത്രി വീട്ടിൽ ചെന്നിട്ട് ആപ്പ് ഓപ്പൺ ആക്കി അതിലൊരാളെ വിളിക്കുന്നു. അവൻ സംസാരിക്കുന്ന സ്ത്രീയുടെ പേരൊന്നും അവൻ ചോദിച്ചില്ല. അതിലങ്ങോട്ട് ആരും പേരങ്ങനെ പറയാറുമില്ലായിരുന്നു. എന്നാൽ ശ്രീ ആകട്ടെ അവന്റെ പേര് മുഴുവനായിട്ട് പറയുന്നു. വ്യത്യസ്തമായ പേരായിരുന്നല്ലോ അവനുണ്ടായിരുന്നത്. ആ സ്ത്രീയോട് അവൻ ചോദിക്കുന്നത് നിനക്ക് സുഖമാണോ എന്നൊക്കെയാണ്. മാത്രമല്ല, ഞാൻ സംസാരിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ എന്നോട് ക്ഷമിക്കണമെന്നും പറയുന്നു. അങ്ങനെ അതും ഇതുമൊക്കെ സംസാരിക്കാനുള്ള ആപ്പല്ലേ ഇതെന്നാണ് ആ സ്ത്രീ തിരിച്ചു ചോദിക്കുന്നത്. പക്ഷെ അവനങ്ങനെ വൾഗറായിട്ട് ഒന്നും തന്നെ സംസാരിക്കുന്നില്ല. സെക്സ് ചാറ്റിംഗ് ആപ്പ് ആണെങ്കിൽ പോലും ശ്രീ വളരെ മാന്യമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അവളോട് ആഹാരം കഴിച്ചോ എന്ന് ചോദിക്കുന്നു. എന്നാൽ അവരതിനൊന്നും മറുപടി പറയുന്നില്ല. എനിക്ക് മധുരം കഴിക്കാനുള്ള മൂഡാണെന്ന് പറയുന്നു. അവനോട് എന്ത് ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നതെന്നൊക്കെ ഇങ്ങോട്ട് ചോദിക്കുന്നു. ഞാൻ നൈറ്റ് സ്യൂട്ടിലാണെന്നാണ് അവൻ പറയുന്നത്. സാധാരണ അങ്ങനെ ഒരു സ്ത്രീ സംസാരിച്ചു തുടങ്ങുമ്പോൾ ഓപ്പോസിറ്റുള്ള ആള് അതുപോലെ കുറച്ച് വൾഗറായിട്ടൊക്കെ സംസാരിക്കേണ്ടതാണ്. പക്ഷേ ശ്രീ അങ്ങനെ ഒന്നും തന്നെ സംസാരിക്കുന്നില്ല. ആ പെൺകുട്ടിയുടെ വോയിസിനെ പറ്റി എല്ലാം തന്നെ അവൻ പുകഴ്ത്തി പറയുന്നു. ഞാൻ നിങ്ങളെ ശ്രീരേണു എന്ന് വിളിക്കാതെ ശ്രീ എന്ന് വിളിച്ചോട്ടെ എന്ന് ചോദിക്കുന്നു. അങ്ങനെ വിളിച്ചോളാൻ അവൻ പറയുകയും ചെയ്യുന്നു. ആ സ്ത്രീ ആകട്ടെ ഓ ശ്രീ, എന്റെ മാത്രം ശ്രീ എന്നൊക്കെ പറയാൻ തുടങ്ങിയിരുന്നു. ശ്രീ എന്ന് പലതവണ പറഞ്ഞ് ആ സ്ത്രീ പറയുന്ന കേട്ട് നമ്മുടെ ശ്രീ ഉറങ്ങി. പിന്നീട് അങ്ങോട്ട് അവന് തന്റെ കൂടെ ആ പെൺകുട്ടി വന്ന് നിൽക്കുന്നതായിട്ടും അവളോട് സംസാരിക്കുന്നതായിട്ടും ഒക്കെ തോന്നുന്നുണ്ട്. ഉറക്കമുണർന്നു കഴിഞ്ഞപ്പോ ദീപക് അവന്റെ അടുത്തുണ്ടായിരുന്നു. എന്താ മോനെ ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അടിപൊളിയായിരുന്നു എന്നാണ് ശ്രീ പറയുന്നത്. അങ്ങനെ നമ്മുടെ ശ്രീ ആപ്പ് ഉപയോഗിക്കാൻ തുടങ്ങിയ ശേഷം വളരെയധികം ഹാപ്പി ആയിരുന്നു. എൻജോയ് ചെയ്തായിരുന്നു അവൻ എപ്പോഴും നടന്നിരുന്നത്. ഇയാളുടെ ഈ മാറ്റത്തിന് കാരണം എന്താണെന്ന് അയാളുടെ സ്കൂളിലെ കുട്ടികൾക്കും മനസ്സിലായില്ല. ഇതിനിടയ്ക്ക് നമ്മുടെ കുസുമ അവരുടെ അച്ചാറിന്റെ ബിസിനസിനെ പറ്റി എല്ലാം തന്നെ ഓരോ പ്ലാനിങ്ങിലായിരുന്നു. അതിനിടയ്ക്ക് അവരുടെ അയൽവാസിയായ ജോയ് എന്ന് പറയുന്ന ആൾ അവിടേക്ക് വരുന്നു. ഇവർ തമ്മിൽ അത്യാവശ്യം നല്ല ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ട്. കുസുമിനെ നല്ല രീതിയിൽ ജോയ് മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. അവരുടെ അച്ചാർ അടിപൊളി ടേസ്റ്റ് ആണെന്നും നിങ്ങളിത് ബിസിനസ് ആയിട്ട് തന്നെ എടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അയാളുടെ ആ ഒരു മോട്ടിവേഷൻ കേട്ടപ്പോൾ കുസും പോലും ചിന്തിച്ചു പോകുന്നുണ്ട്, തന്നെ ഇത്രയധികം മോട്ടിവേറ്റ് ചെയ്ത ആരും തന്നെ ഇല്ലല്ലോ എന്ന്. ജയ് വന്നത് മറ്റൊരു കാര്യത്തിന് കൂടിയായിരുന്നു. അയാളുടെ സഹോദരിയുടെ മകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ശ്രീയെ ആലോചിക്കാൻ. അത് കേട്ടുന്ന കുസും ഉടനെ തന്നെ ശ്രീയെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നു. കൊൽക്കത്തയിലുള്ള പെൺകുട്ടിയാണ്, അതും ഫ്രഞ്ച് ടീച്ചറാണ്. അവൾ എന്തായാലും നിന്നെ കാണാൻ വരും. എന്തായാലും ഒന്ന് കണ്ട് സംസാരിക്ക്. മനസ്സിലാ മനസ്സോടെയാണെങ്കിലും ശ്രീ സംസാരിക്കാൻ പോയി. ഈ പെൺകുട്ടിയെ തന്നെ റിജക്ട് ചെയ്യുന്നു തന്നെയായിരുന്നു അവൻ വിചാരിച്ചിരുന്നത്. എന്നാൽ നമ്മുടെ നായികയായ മധുവിനെ കണ്ടതും ശ്രീയുടെ കിളി പോയി. അവൾ അത്രയധികം സുന്ദരിയായിരുന്നു. കണ്ട ഉടനെ അവളോട് താനൊരു സാൻസ്ക്രിറ്റ് ടീച്ചറാണെന്നും അധികമൊന്നും സമ്പാദിക്കുന്നില്ല, എനിക്കധികം ബാങ്ക് ബാലൻസ് ഒന്നുമില്ല, അങ്ങനെ അവന്റെ പ്രശ്നങ്ങളെല്ലാം പറയുന്നു. എന്നാൽ അവള് പറയുന്നു, ഞാൻ നന്നായിട്ട് സമ്പാദിക്കുന്നുണ്ട്, എനിക്ക് രണ്ടുപേരുടെയും കാര്യങ്ങൾ നോക്കാൻ പറ്റും. വിവാഹം കഴിഞ്ഞാലും എനിക്ക് നിങ്ങളുടെ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും എന്ന് അവൻ പറയുമ്പോൾ അത് സാരമില്ല, ഞാൻ ഷിഫ്റ്റ് ചെയ്തോളാമെന്നാണ് അവള് പറയുന്നത്. അവൾക്ക് എല്ലാ രീതിയിലും ശ്രീ ഓക്കെ ആയിരുന്നു. നിങ്ങൾക്ക് വേറെ ആരെ എന്താ കിട്ടിയില്ലെന്ന് അവൻ ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട്, കിട്ടാഞ്ഞിട്ടൊന്നുമല്ല, ഒരു 10-35 ബയോഡേറ്റയെങ്കിലും എനിക്ക് ഈ 2 വർഷത്തിനുള്ളിൽ കിട്ടിയിട്ടുണ്ടാകും. പക്ഷെ അതിലെല്ലാം തന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള നെയിംസ് ആയിരുന്നു. എല്ലാം കുറെ അഭിഷേകും രാകേഷും ഒക്കെ. പക്ഷെ അതിലെല്ലാം തന്നെ വ്യത്യസ്തമായിട്ട് ശ്രീരേണു എന്ന് പറയുന്ന ഒരു
പേര് എന്റെ കണ്ണിലുടക്കി. അത് നിങ്ങളായിരുന്നു. സാധാരണ ആൾക്കാർ ബയോഡേറ്റയിൽ ഹോബിയായിട്ട് ഗാർഡനിങ്ങും മൗണ്ടൻ ക്ലൈംബിങ്ങും അങ്ങനെ പലതും എഴുതി വെക്കും. പക്ഷെ നിങ്ങൾ ഒന്നുമില്ലാന്ന് എഴുതിയിരുന്നു. ആ ബയോഡേറ്റ കണ്ടപ്പോഴേ എനിക്ക് നിങ്ങൾ ജെന്യൂൻ ആണെന്ന് തോന്നി. കാരണം അതിലൊന്നും തന്നെ കള്ളം ഉണ്ടായിരുന്നില്ല. രണ്ടുപേരും പിന്നീട് സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഇവർക്ക് രണ്ടുപേർക്കും ഒരേ രീതിയിലുള്ള ചായ ആയിരുന്നു ഇഷ്ടമെന്ന്. ഇപ്പൊ നിൽക്കുന്നിടത്ത് ചായ കിട്ടാത്ത കാരണം അവര് വേറെ ചെറിയൊരു കടയിലേക്ക് പോയി അവിടെ നിന്നും ചായ കുടിക്കുന്നു. ടേസ്റ്റിൽ പോലും ഇത്രയധികം മാച്ച് വന്നത് നന്നായി എന്ന് ശ്രീക്കും തോന്നി. അങ്ങനെ ആ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതിനിടയ്ക്ക് ശ്രീക്ക് മധുവിനെ കുറച്ച് ഇംപ്രസ് ഒക്കെ ചെയ്യിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ദീപക് അവന്റെ ഐഡിയ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അടുത്ത മാസം മധുവിന്റെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, അവൾക്ക് വേണ്ടിയിട്ട് അവളുടെ ചുറ്റുമുള്ള ആൾക്കാര് ബർത്ത്ഡേ വിഷ് ചെയ്യുന്ന പോലെ ഒരു വീഡിയോ തയ്യാറാക്കണം. അതിനു വേണ്ടിയിട്ട് അവളുടെ ഫാമിലി മെമ്പേഴ്സിനെ കണ്ട് അവരോടെല്ലാം തന്നെ ഇവളെ പറ്റി ഓരോന്ന് ചോദിച്ച് അതിന്റെ വീഡിയോസ് എടുക്കണം. അതിന് താനായിട്ട് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല, പറ്റിയൊരാളെ സംഘടിപ്പിക്കണം. തന്റെ ക്ലാസ്സിലെ രാകേഷാണ് അതിന് പറ്റിയതെന്ന് ശ്രീക്ക് തോന്നുന്നു. അങ്ങനെ ശ്രീയും ദീപക്കും രാകേഷിനെയും കൂട്ടി മധുവിന്റെ ഏരിയയിലേക്ക് പോകുന്നു. രാകേഷ് തന്റെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചറാണ് മധു എന്നും മധുവിന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുട്ടികളെല്ലാം ചേർന്നെടുക്കുന്ന വീഡിയോ ആണെന്നും പറഞ്ഞിട്ടാണ് അവരോടെല്ലാം പോയി സംസാരിക്കുന്നത്. അവരെല്ലാവരും മധുവിനെ കുറിച്ച് ഓരോരോ നല്ല കാര്യങ്ങൾ പറയുന്നു, അവരുടെ ഓർമ്മകൾ പങ്കുവെക്കുന്നു. ഒടുവിൽ കറങ്ങിത്തിരിഞ്ഞ് മധുവിന്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് പോയി ചോദിക്കുമ്പോഴാകട്ടെ ആ പെൺകുട്ടി പറയുന്നുണ്ട് മധുവിനെ പറ്റി പറയുമ്പം നമിത്തിനെ പറ്റിയും പറയണമെന്ന്. ആരായി നമിത്തെന്ന് ചോദിക്കുമ്പോൾ അത് അവളോട് തന്നെ ചോദിക്കുന്നതാ നല്ലതെന്നാണ് ആ പെൺകുട്ടി പറയുന്നത്. മധുവിന്റെ ലൈഫില് ഒരു പുരുഷന്റെ പേര് വന്നതോടുകൂടി സ്ത്രീക്ക് ഇത് ആരാണെന്ന് അറിയാനൊരു ആഗ്രഹം തോന്നി. മധുവിനോട് തന്നെ നമിത്തിനെ പറ്റി ചോദിക്കുന്നു. മധുവിനോട് പറയുന്നുണ്ട് 5 വർഷം മുമ്പാണ് ഞാൻ നമിത്തിനെ കണ്ടത്. എന്റെ ഒരു സ്റ്റുഡന്റിന്റെ ചേട്ടനായിരുന്നു. US നിന്ന് മെഡിസിൻ പഠിക്കാൻ പോകാനിരുന്നതാ നമിത്ത്. അങ്ങനെ തമ്മിൽ കണ്ടു, ഇഷ്ടപ്പെട്ടു, റിലേഷൻഷിപ്പിലായി. ഒരു ദിവസം അവർ കാറിൽ വെച്ച് ഒരു സെക്സിലേക്ക് കടക്കുകയായിരുന്നു. ആദ്യമായിട്ടാണ് അവർക്കിടയിൽ അങ്ങനെ നടക്കാൻ പോകുന്നത്. പക്ഷെ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് നമിത്ത് അവളോട് ചോദിക്കുന്നുണ്ട് നീ വെർജിൻ ആണോ എന്ന്. അവള് ചിരിച്ചുകൊണ്ട് വീണ്ടും കാര്യത്തിലേക്ക് കടന്നതും അവൻ വീണ്ടും അതിനൊരു മറുപടിക്ക് വേണ്ടിയിട്ട് പ്രതീക്ഷ നിൽക്കുകയായിരുന്നു. അത്രയും നാരോ മൈൻഡഡ് ആയിട്ടുള്ള അവനോട് ഇനിയൊരു റിലേഷൻഷിപ്പ് വേണ്ടാന്ന് അവൾക്ക് തോന്നി. 16-17 വയസ്സിലൊക്കെ വെർജിനിറ്റി കളയുന്ന ലോകമാണിത്. അങ്ങനെയുള്ള ഈ ലോകത്ത് ഒരു പെൺകുട്ടിയോട് നിങ്ങൾ വെർജിൻ ആണോ എന്ന് ഇങ്ങനെ ചോദിക്കേണ്ട കാര്യം എന്താ? തനിക്കിത് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് അവിടെ വെച്ച് ആ റിലേഷൻഷിപ്പ് അവസാനിച്ചു. അത് കേട്ടപ്പോൾ നമ്മുടെ ശ്രീ തന്നെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. ഇവള് പറയുന്നത് 16-17 വയസ്സിലൊക്കെ ആൾക്കാർ വെർജിനിറ്റി ലൂസ് ചെയ്യുന്നതാണ്. എന്നാൽ താൻ 42 വയസ്സായിട്ടും ഇപ്പോഴും വെർജിൻ ആയിട്ടിരിക്കുന്നു. അങ്ങനെ നമിത്താരാണെന്നൊക്കെ അറിഞ്ഞ് ക്ലിയർ ആയതോടുകൂടി പിന്നീട് അവന്റെ മനസ്സിൽ ഡൗട്ട് ഒന്നും തോന്നിയില്ല. ശ്രീയും മധുവും ഒരുപാട് ടൈം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്നു. അവർ കാണാൻ ഇഷ്ടപ്പെടുന്ന സിനിമകളും ഇഷ്ടപ്പെടുന്ന ആക്ടേഴ്സും എല്ലാം തന്നെ ഒരുപോലെയുള്ളതായിരുന്നു. അതുകൊണ്ട് അവർക്കിടയിൽ വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ മുന്നോട്ട് പോവുകയാണ്. അതിനിടയിൽ പലപ്പോഴായിട്ട് അവളോട് അവൻ താൻ വെർജിൻ ആണെന്നുള്ള കാര്യം തുറന്നു പറയാൻ ശ്രമിച്ചെങ്കിലും ഒന്നും നടന്നില്ല. ശ്രീ വളരെയധികം ജെനുവൻ ആയിട്ട് അവളോട് നന്നതുകൊണ്ട് തന്നെ അവൾക്കും അവനെ ഒരുപാട് ഇഷ്ടമായി തുടങ്ങി. അങ്ങനെ ഇവരുടെ ബന്ധം ഫാമിലി ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഉടനെ തന്നെ ഇവരുടെ വിവാഹം എല്ലാം തന്നെ ഫിക്സ് ചെയ്യും. അതിനിടയ്ക്ക് വീണ്ടും നമ്മുടെ കുസുമിനെ കാണിക്കുന്നു. കുസുമിന്റെ ഹസ്ബൻഡ് ഭാനു ആകട്ടെ താൻ വലിയ ആണാണെന്നുള്ള ഒരു ഭാവത്തിലായിരുന്നു എപ്പോഴും ജീവിച്ചിരുന്നത്. സ്ത്രീകൾ അടുക്കളയിൽ കിടക്കാനുള്ളതാണെന്നും പാചകം ചെയ്യാനുള്ളതാണെന്നും ഒക്കെ ആയിരുന്നു അയാളുടെ ഒരു ചിന്താഗതി. അവർ ബിസിനസ് ചെയ്യുന്നതിനകത്തോ മുന്നോട്ട് വരുന്നതിനകത്തോ പഠിക്കുന്നതിനകത്തോ ഒന്നും തന്നെ അയാൾക്കധികം താല്പര്യം ഉണ്ടായിരുന്നില്ല. തന്റെ മകൾക്ക് വലിയ സ്കോളർഷിപ്പ് കിട്ടുകയും നല്ലൊരു ജോലി ഉടനെ തന്നെ കിട്ടുകയും ചെയ്യുമെന്ന് അറിഞ്ഞതോടുകൂടി അയാൾ പറയുന്നത് അതിനൊന്നും പോകാൻ നിൽക്കാതെ നീ ആദ്യം മര്യാദയ്ക്ക് കുക്കിംഗ് പഠിക്കാനാണ്, ഉടനെ നിന്റെ കല്യാണം നടത്താനുള്ളതാ. അത് കേൾക്കുമ്പോൾ ആ പെൺകുട്ടി ആകെ തകർന്നു പോകുന്നു. കുസുമിനും ഒരു രീതിയിലും ഭാനുവിനെ എതിർത്ത് പറയാൻ പറ്റുന്നില്ല, തന്റെ മകളെ സപ്പോർട്ട് ചെയ്യാനും പറ്റുന്നില്ല. ഉണ്ടാക്കി കൊടുക്കുന്ന ആഹാരത്തിലൊക്കെ അയാൾ എന്തെങ്കിലും കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും എപ്പോഴും. അങ്ങനെ പിന്നീട് ശ്രീയുടെയും മധുവിന്റെയും വീട്ടുകാർ ഒഫീഷ്യലായിട്ട് മീറ്റ് ചെയ്യുന്നു. മധുവിന്റെ ഫാമിലിയിൽ എല്ലാവരും വളരെ അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ടുള്ള പീപ്പിൾ ആണ്. അവിടെ ഞങ്ങൾ ആണാണ് പെണ്ണാണ് എന്ന് പറയുന്ന ഒന്നുമില്ല. ഈക്വൽ ആയിട്ടാണ് എല്ലാവരും അവരുടെ ജോലികൾ ചെയ്തുകൊണ്ടിരുന്നത്. പരസ്പരം നല്ല രീതിയിൽ എല്ലാവരും റെസ്പെക്ട് ചെയ്യുകയും ചെയ്യും. അത്രയും സ്നേഹത്തോടെയാണ് കഴിഞ്ഞിരുന്നത്. പക്ഷെ അതൊക്കെ കാണുമ്പോൾ ഭാനുവിനൊരു പുച്ഛമായിരുന്നു. മധു ശ്രീയുടെ ലൈഫിലേക്ക് വന്ന ശേഷം ശ്രീ ആകെ മാറിയിരിക്കുന്നു. അവൻ നല്ല ഹാപ്പിയാണ് ഇപ്പോ. തന്റെ ലൈഫിൽ താൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരിക്കുന്നത് തന്റെ ഗ്രാൻഡ്മയാണ് മധു പറയുന്നത്. ശ്രീ പറയുന്നുണ്ട് ആരുടെയെങ്കിലും കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതും ഒരുമിച്ച് ജീവിക്കുന്നതും ഇത്രയധികം സ്നേഹിക്കുന്നതും ഒക്കെ എത്രയധികം മനോഹരമായിട്ടുള്ള കാര്യമാണെന്നുള്ളത് എനിക്ക് നീ എന്റെ ലൈഫിൽ വന്നിട്ടാണ് മനസ്സിലായത്. അതൊക്കെ കേട്ടപ്പോൾ മധു ആകട്ടെ അവനെ കിസ് ചെയ്യാൻ ചെല്ലുന്നു. എന്നാൽ അവൻ പെട്ടെന്ന് അമ്മയെന്ന് വിളിക്കുന്നു. അത് കണ്ട് അവൾ ചിരിക്കുകയാണ് ചെയ്യുന്നത്. പതിയെ പതിയെ അവനെ ഓരോന്ന് പഠിപ്പിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. അവൻ ഈ വക കാര്യങ്ങളിൽ ഒന്നും തന്നെ അത്രയധികം എക്സ്പീരിയൻസും ഇല്ല, അധികം കംഫർട്ടും അല്ല. അതുകൊണ്ട് പതിയെ അവൾ അവനുമായിട്ട് റൊമാൻറ്റിക് ഡാൻസിലേക്ക് കടക്കുകയാണ്. ഇവരുടെ സന്തോഷമൊക്കെ കാണുമ്പോൾ വീട്ടുകാർ ഒരുപാട് ഹാപ്പിയാണ്. അങ്ങനെ ഉടനെ തന്നെ ഇവരുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. ആ ഫംഗ്ഷനിൽ മധുവിന്റെ വീട്ടിലെ സ്ത്രീകള് ഒരുമിച്ച് മദ്യപിക്കുന്നതും ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നതും ഒന്നും തന്നെ ഭാനുവിന് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ അതിനേക്കാളൊക്കെ വലിയൊരു സംഭവം ആ എൻഗേജ്മെന്റിൽ നടക്കുന്നു. എല്ലാവരും ചിരിച്ചും കളിച്ചു ഇരിക്കുന്ന സമയത്ത് മധു ആകട്ടെ ഒരു തമാശ എന്നുള്ള രീതിയിൽ സ്ത്രീയെ ഫോൺ ചെയ്യുന്ന പോലെ കൈയെടുത്ത് വെച്ച് ഫോൺ ചെയ്യുന്നു. അവനും അത് അറ്റൻഡ് ചെയ്യുന്ന പോലെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ സംസാരിച്ചു തുടങ്ങുമ്പോഴാണ് ശരിക്കും സ്ത്രീ ഞെട്ടിപ്പോകുന്നത്. അവൾ അവനെ ശ്രീ, എന്റെ മാത്രം ശ്രീ, ഓ ശ്രീ എന്നൊക്കെ പറഞ്ഞൊക്കെ വിളിക്കാൻ തുടങ്ങി. അതായത് അവൻ ആ സെക്സ് ചാറ്റിംഗ് ആപ്പില് ഒരു സ്ത്രീയോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ പെൺകുട്ടി ഇവനോട് എങ്ങനെയായിരുന്നു
വിളിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നത് അതുപോലെയാണ് ഇവള് വിളിക്കുന്നത്. അതോടുകൂടി അവന് മനസ്സിലായി അന്ന് താൻ ആ ചാറ്റിംഗ് ആപ്പിൽ സംസാരിച്ച അതേ വ്യക്തി തന്നെയാണ് ഈ മധു എന്ന്. അതവന് വലിയൊരു ഷോക്കായിരുന്നു. അതിനുശേഷം അവന്റെ മുഖത്ത് ചിരി നഷ്ടപ്പെട്ടു. അവൻ ഒട്ടും താല്പര്യമില്ലാതെയാണ് ആ ഫോട്ടോസ് എടുക്കാൻ ഇരുന്നു കൊണ്ടിരുന്നത്. എൻഗേജ്മെന്റിന് ശേഷം അവിടെ നിന്നും ഇറങ്ങിയ ശ്രീ പിന്നീട് മധുവിനെ അധികം കോണ്ടാക്ട് ചെയ്തില്ല. മധു അവനെ പലതവണ വിളിച്ചെങ്കിലും അവൻ ഫോൺ എടുത്തില്ല. അവള് പറഞ്ഞ ചില കാര്യങ്ങൾ അവന്റെ മനസ്സിലൂടെ പോവുകയായിരുന്നു. 16-17 വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരാണ് വെർജിനായിട്ട് ഇരിക്കുന്നത്? അങ്ങനെയൊക്കെ അവള് പറഞ്ഞത് ആലോചിക്കുമ്പോൾ ആ ചാറ്റിംഗ് ആപ്പില് അവൾ അതിനു വേണ്ടിയിട്ടായിരിക്കും കയറിയത്. അതുപോലെ അവൾക്ക് ഒരുപാട് പേരുമായിട്ട് ബന്ധമുണ്ടായിരിക്കാം. അങ്ങനെ എല്ലാം തന്നെ ചിന്തിക്കുകയാണ്. അവൻ ആ ചാറ്റിംഗ് ആപ്പിൽ വിളിച്ചിട്ട് പലരോടും ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഈ ആപ്പില് മധുബോസ് എന്ന് പറയുന്ന ഒരു സ്ത്രീ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന്. അവൻ അങ്ങനെ ചോദിക്കുമ്പോൾ എല്ലാവരും ഫോൺ കട്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. ദീപകിനോട് ശ്രീ ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ദീപക്കും അവളെ കുറിച്ച് ഓരോന്ന് മോശമായിട്ടാണ് പറയുന്നത്. ഒരുപാട് മാസമായിട്ട് അവൾ ആ ആപ്പിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരുപാട് പേരോട് അവൾ ഇതുപോലെ സംസാരിച്ചിട്ടുണ്ടാകാം. ആ ആപ്പിൽ ആരും ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ സംസാരിക്കുന്നത്, സെക്സ് ചാറ്റിങ്ങിന് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഓൾറെഡി അവൾക്ക് പലരുമായിട്ടും ബന്ധമുണ്ടാകാം. അങ്ങനെ എല്ലാം കൂടി അപ്പോൾ ശ്രീക്ക് വട്ടുപിടിക്കുന്ന അവസ്ഥയായി. കുറച്ച് നാളത്തേക്ക് അവിടെ നിന്ന് മാറി നിൽക്കാൻ അവൻ തീരുമാനിക്കുന്നു. നാട്ടിലേക്കുള്ള ബസ് കയറുകയായിരുന്നു. പക്ഷെ അവൻ ഇതുവരെയും വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത കാരണം മധു അവനെ തേടി അവിടെ എത്തി. അവൾ അവനോട് സംസാരിക്കുന്നുണ്ട്. ഞാൻ നിന്നോടെല്ലാം തുറന്നു പറയാനിരുന്നതാ. എൻഗേജ്മെന്റ് എന്ന രാത്രിയിൽ ഈ കാര്യങ്ങളെല്ലാം നിന്നോട് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതിനു മുന്നേ നീ എന്നെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ അവൻ തിരിച്ചു പറയുന്നത് നീ അതിനകത്ത് സർവീസ് ചെയ്യുകയല്ലായിരുന്നു എന്നാണ്. സർവീസ് അല്ല, ഞാൻ അതിൽ സബ്സ്ക്രിപ്ഷൻ ആണ് എടുത്തിടുന്നത്. കാശ് കൊടുത്താണ് ഞാൻ അതിന്റെ മെമ്പർഷിപ്പ് എടുത്തതെന്ന് അവൾ പറയുന്നു. ഞാൻ സിംഗിൾ ആയ ഒരു പെൺകുട്ടിയാണ്. ഞാൻ സെക്ഷലി ആക്റ്റീവ് ആണ്. അതുകൊണ്ട് ഞാൻ ക്യാരക്ടർലെസ് ആവണമെന്നില്ല. ഞാനതിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ നീയും എടുത്തിട്ടുണ്ട്. അപ്പൊ നീ ചെയ്തതും ഒരേ തെറ്റ് തന്നെയല്ലേ? പക്ഷെ ഞാനൊരു ആണാണെന്നാണ് അവൻ പറയുന്നത്. അതുപോലെയല്ല സ്ത്രീകൾ അതിൽ മെമ്പർഷിപ്പ് എടുക്കുന്നത്. അപ്പൊ ഈ ആഗ്രഹങ്ങളും സംസാരിക്കാനുള്ള ഇൻട്രസ്റ്റും ഒക്കെ നിങ്ങൾ ആണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ പെണ്ണുങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് തെറ്റാണോ എന്ന് അവൾ ചോദിക്കുന്നു. ഞാൻ വിചാരിച്ചത് എൻഗേജ്മെന്റ് രാത്രിയിൽ ഇതിനെപ്പറ്റി സംസാരിച്ചു കഴിയുമ്പോൾ നമുക്കിടയിൽ അതിനെപ്പറ്റി പറഞ്ഞ് തമാശകളും ചിരിയും ഒക്കെ ആയിരിക്കും വരുന്നതെന്നാണ്. പക്ഷെ നീ എന്നെ ക്യാരക്ടർലെസ് ആയിട്ടാണ് കാണുന്നത്. ഞാൻ ആ ആപ്പില് ജോയിൻ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് നിനക്കറിയോ? ഓൾറെഡി റിലേഷൻഷിപ്പിലൊക്കെ പെട്ടിട്ട് എല്ലാം ടോക്സിക് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ആരും ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്നില്ല. അങ്ങനെ ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയത്താണ് എനിക്ക് ആ ചാറ്റിംഗ് ആപ്പിൽ ജോയിൻ ചെയ്യാൻ തോന്നിയത്. എന്റെ എല്ലാ വിഷമങ്ങളും ഒന്ന് മറക്കാൻ തോന്നി. ആ ടൈമിൽ എല്ലാവരും എന്നോട് ചോദിച്ചിരുന്നത് നീ എന്ത് ഡ്രസ് ആയിട്ടിരിക്കുന്നത്, ഇപ്പൊ എന്ത് ചെയ്യുക എന്നൊക്കെയായിരുന്നു. എന്നാൽ എന്നോട് ഒരാൾ മാത്രമാണ് ആഹാരം കഴിച്ചു എന്ന് ചോദിച്ചത്. അത് നീയായിരുന്നു. നീ നിന്റെ പേരും ഫുള്ളായിട്ട് പറഞ്ഞു. വൾഗറായിട്ട് സംസാരിക്കാൻ മാത്രം ഉപയോഗിക്കുന്ന ആ ആപ്പില് വളരെ മാന്യമായിട്ട് സംസാരിച്ച നിന്നോട് എനിക്ക് പ്രണയം തോന്നി. അങ്ങനെ നിന്നെ ഞാൻ കണ്ടുപിടിച്ചു. അപ്പോഴാണ് എന്റെ അങ്കിളായ ജോയുടെ വീടിന്റെ അടുത്താണ് നിന്റെ ചേട്ടന്റെ ഫാമിലി താമസിക്കുന്നതെന്ന് അറിഞ്ഞത്. അങ്ങനെ ജോയ് അങ്കിൾ വഴി കുസുമാന്റിയോട് സംസാരിച്ച് ഈ ആലോചന കൊണ്ടുവന്നത് ഞാൻ തന്നെയാണ്. എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. ഞാൻ നിന്റെ കൂടെ ആ ആപ്പിൽ സംസാരിക്കുമ്പോൾ ഒരുപാട് ഹാപ്പി ആയിരുന്നു. ആ ഹാപ്പിനെസ് എനിക്ക് ലൈഫ് ലോങ് വേണമെന്ന് തോന്നി. നിന്റെ ഈ വെറൈറ്റി ആയിട്ടുള്ള പേര് കാരണം നിന്നെ കണ്ടുപിടിക്കാൻ എനിക്ക് എളുപ്പമായി. എന്നാൽ അവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ശ്രീയുടെ മനസ്സ് മാറിയില്ല. ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ആളാണ്. എന്റേത് ഒരു നല്ല ഫാമിലിയാണ്. അങ്ങനെ ഒരു ഫാമിലിയിലേക്ക് നിന്നെപ്പോൾ ഒരാൾ വരണ്ട. അതിനുള്ള യോഗ്യത നിനക്കില്ല. എന്നിട്ട് അവൻ തന്റെ റിങ്ങൂരി അവൾക്ക് കൊടുക്കുന്നു. എല്ലാം കേട്ട് ദേഷ്യമെന്ന് അവൾ പറയുന്നുണ്ട്, നീയും മറ്റാണുങ്ങളെ പോലെ തന്നെയാണെന്ന്. തന്നെപ്പോൾ ഒരു ഹിപ്പോക്രൈറ്റിന്റെ കൂടെ എനിക്കും താമസിക്കേണ്ടെന്ന് അവൾ പറയുമ്പോൾ നീ ഒരു ലൂസ് ക്യാരക്ടർ ആണെന്നാണ് അവൻ തിരിച്ചു പറയുന്നത്. ദേഷ്യമെന്ന് അവള് തന്റെ മോതിരം ഊരി അവന്റെ കയ്യിൽ കൊടുത്തു. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ വെച്ച് പിരിഞ്ഞു. എവിടെ അവരുടെ വീട്ടുകാരിതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ശ്രീ നാട്ടിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവിടെ കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ നടക്കുകയാണ്. എന്നാൽ അവൻ എല്ലാവരോടും പറയുന്നുണ്ട്, ഈ കല്യാണം നടക്കില്ല, ഞാനത് ക്യാൻസൽ ചെയ്തു. എന്താ കാരണമെന്ന് എല്ലാവരും ചോദിച്ചു. അവൾ ആ ഡേറ്റിംഗ് ആപ്പിൽ ഉണ്ടായിരുന്ന കാര്യം കേട്ടിട്ട് എല്ലാവരും ഞെട്ടി. അവളെപ്പോലൊരു പെൺകുട്ടി എന്തിനാ ആപ്പിൽ ജോയിൻ ചെയ്തു, അവളെന്തൊരു വൃത്തികെട്ടവളാ, അങ്ങനെയൊക്കെയായിരുന്നു ഭാനു സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഭാനുവിന്റെ മകള് പറയുന്നുണ്ട്, ആ ആപ്പിൽ മധു മാത്രമായിരുന്നില്ല, ശ്രീ ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി എന്താ ആരും സംസാരിക്കാത്തത്? ശ്രീ ആ ആപ്പിൽ ജോയിൻ ചെയ്തതിനെ പറ്റി അധികം ആരും സംസാരിക്കുന്നില്ല. അതിനേക്കാളും വലിയ തെറ്റ് മധു ചെയ്തതായിരുന്നു. അവൾ ആ ആപ്പിൽ ഒരിക്കലും ജോയിൻ ചെയ്യാൻ പാടില്ലായിരുന്നു. അങ്ങനെ ഒരു സ്ത്രീയെ മാത്രം കുറ്റപ്പെടുന്നത് കേൾക്കുമ്പോൾ കുസുമിനും അവരുടെ മകൾക്കും ദേഷ്യം വരുന്നു. ഇവിടെ മധുവിന്റെ ഫാമിലി അവളുടെ അവസ്ഥ മനസ്സിലാക്കുന്നുണ്ട്. എന്നാലും അവളെ ചെറിയ രീതിയിൽ വഴക്ക് പറയുന്നു. എന്തിനാ ആപ്പിൽ ജോയിൻ ചെയ്യാൻ പോയതെന്ന് ചോദിച്ചിട്ട്. അവള് ചെയ്ത പോലെ തന്നെ തെറ്റാണ് ശ്രീയും ചെയ്തത്. അതിന്റെ പേരിൽ ഇങ്ങനെ വെഡിങ് ഒന്നും ക്യാൻസൽ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. എന്തായാലും രണ്ട് ഫാമിലിയും ഇതേപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിലേക്ക് വരുന്നു. പക്ഷെ വന്ന ഉടനെ തന്നെ ഭാനു ആകട്ടെ മധുവിന്റെ ഫാമിലിയെ വലിയ രീതിയിൽ ചീത്ത വിളിക്കുകയായിരുന്നു. എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ഫാമിലി അടിച്ചു പിരിഞ്ഞു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രീയുടെ ജാതകത്തിലെ പ്രശ്നങ്ങളാണ് ഇതിനൊക്കെ കാരണമെന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ടൊരു ചെടിയെ കല്യാണം കഴിപ്പിക്കുന്നതാണ്, അവന്റെ ദോഷങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട്. പിന്നീട് അവൻ കുറച്ചുകൂടി മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ധരിച്ചിട്ട് വീണ്ടും ബയോഡേറ്റയ്ക്ക് വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കാൻ തുടങ്ങി. അവന്റെ വീട്ടുകാർ വീണ്ടും പുതിയ പുതിയ ആലോചനകൾ കൊണ്ടുവരുന്നു. പക്ഷെ അപ്പോഴും മധുവിന്റെ ഓർമ്മകൾ അവന്റെ മനസ്സിലുണ്ടായിരുന്നു. അവൾ എപ്പോഴും തന്റെ തലയിലെ ക്ലിപ്പ് അവന്റെ ഡ്രസ്സിൽ എവിടെയെങ്കിലും ക്ലിപ്പ് ചെയ്ത് വെക്കും. അതിപ്പോഴും അവന്റെ പല ഡ്രസ്സുകളിലും ഇരിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കാണുമ്പോൾ അവളെ കുറിച്ച് അവൻ ഓർക്കാറുണ്ട്. അവർ തമ്മിൽ നല്ലൊരു മാച്ച് ആയിരുന്നു. പക്ഷെ ആ ഒരൊറ്റ ആപ്പ് കാരണമാണ് അവർ പിരിഞ്ഞത്. എന്നാൽ അവർ ഓർക്കുന്നുണ്ടായിരുന്നില്ല ആ ആപ്പിലൂടെ തന്നെയായിരുന്നു മധു അവനിലേക്ക് വന്നതെന്നും. അങ്ങനെ രണ്ടുപേരും മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ഓർമ്മകൾ അവരെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ഇവരുടെ കല്യാണം
കല്യാണത്തിന് വേണ്ടിയിട്ട് ഒരു സ്ഥലം ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഓൾറെഡി പേയ്മെന്റ് എല്ലാം ചെയ്തതാണ്. ഇപ്പോൾ മാരേജ് ക്യാൻസൽ ആയ കാരണം അതിന്റെ പേയ്മെന്റ് തിരിച്ചു വാങ്ങിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഇവർ. എന്നാൽ അവരത് കൊടുക്കില്ല എന്നുള്ളൊരു വാശിയിലും എങ്ങനെയെങ്കിലും അവിടെ പോയി ആ പേയ്മെന്റ് തിരിച്ചു വാങ്ങണം. രണ്ട് ഫാമിലി ഈക്വൽ ആയിട്ട് ക്യാഷ് ഇറക്കിയേക്കുന്ന കാരണം രണ്ട് ഫാമിലിയും പോയിട്ട് വേണം അത് തിരിച്ചു വാങ്ങാൻ. അതുകൊണ്ട് വീണ്ടും ഇവർ തമ്മിൽ കണ്ടുമുട്ടേണ്ടി വരും. ഇവിടെ ഭാനുവിനോടും കുസുമിനോടും മകള് പറയുന്നുണ്ട്, അടുത്ത ആഴ്ച കമ്പനി ഓഫ് സൈറ്റ് ആണ്, എനിക്കതുകൊണ്ട് കൊൽക്കത്തയിലേക്ക് പോകണമെന്ന്. എന്നാൽ നീ അനുവാദം ചോദിക്കുകയാണോ അതോ ഇങ്ങനെ പറയുകയാണോ എന്ന് ഭാനു ചോദിക്കുന്നു. അവളുടെ കൂടെ അവളുടെ അമ്മ കുസുമം പോകുന്നുണ്ടായിരുന്നു. എന്നാൽ അയാൾ പറയുന്നത് നീ ആദ്യം നിന്റെ മകളെ കുക്കിംഗ് പഠിപ്പിക്കുക എന്നായിരുന്നു. അവളെ ഇങ്ങനെ ജോലിക്കും പഠിക്കാനും ഒക്കെ വിടുന്നതിന് പകരം മര്യാദയ്ക്ക് നല്ലപോലെ ആഹാരം ഉണ്ടാക്കാൻ പഠിപ്പിക്കുക. നാളെ ഒരിടത്തേക്ക് കെട്ടിച്ചു വിടേണ്ടതാണ്. സ്വന്തം മകള് കരിയർ ഉണ്ടാക്കുന്നതിലൊന്നും അയാൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അവൾ കുക്കിംഗ് പഠിക്കുന്നതായിരുന്നു അയാൾക്ക് വലിയ കാര്യം. ഇതൊക്കെ കേൾക്കുമ്പോൾ അയാളുടെ മകൾക്കും കുസുമിനും വിഷമം തോന്നുന്നുണ്ടെങ്കിലും ഒന്നും തിരിച്ചു പറയുന്നില്ല. അവരെന്തായാലും അടുത്ത ആഴ്ച കൊൽക്കത്തയ്ക്ക് പോവുകയാണ്. ദീപക് ആകട്ടെ ഭാനുവിനോട് പറയുന്നുണ്ട്, നീ അവരുടെ കൂടെ പോകാൻ. അവിടെ ഇപ്പോൾ ഫെസ്റ്റിവൽ ഒക്കെ നടക്കുന്ന സമയമാ, ഒരുപാട് പെൺകുട്ടികൾ വരും, ഏതെങ്കിലും ഒരെണ്ണത്തിനെ കണ്ട് സെറ്റാക്കാൻ നോക്ക്. എന്നാൽ അതൊന്നും വേണ്ടെന്നാണ് ശ്രീ പറയുന്നത്. ട്രെയിനിലേക്ക് കുസുമും മകളും കയറുന്നതിന് മുമ്പ് കുസുമിന്റെ മകള് വന്ന് ശ്രീയോട് സംസാരിക്കുന്നു. ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നു. താൻ ഓക്കെ ആണെന്ന് ശ്രീ പറയുന്നുണ്ട്. ഈ മധുബോസിനെ മറന്നിട്ട് മോൺ ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഈസിയാണ്, പക്ഷെ അങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ അതൊക്കെ ഈസി ആയിട്ട് നടക്കുമെന്നും നീ ഒരു കൊച്ചുകുട്ടിയല്ലേ, അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല എന്നും അവൻ പറയുന്നു. എന്നാൽ അവൾ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അങ്കിളിന് ഇത് ആദ്യത്തേതായിരിക്കും. എന്നാൽ ഈ ബ്രേക്കപ്പ് എന്റെ ലൈഫിൽ കുറെ തവണ നടന്നിട്ടുണ്ട്. പലരുമായിട്ട് ഞാൻ പ്രണയത്തിലായിട്ടുണ്ട്, പക്ഷെ പലതും ബ്രേക്കപ്പ് ആയി. അങ്കിളിനെ സംബന്ധിച്ച് മധു അങ്കിളുടെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അങ്കിൾ ശരിക്കും ഹാപ്പി ആയിരുന്നു. നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് മധു നിങ്ങളെ സ്നേഹിച്ചത്. നിങ്ങളിൽ ഒന്നും ചേഞ്ചസ് വരുത്താൻ നോക്കിയില്ല. അതുപോലൊരു പെൺകുട്ടിയെ കിട്ടുക എന്ന് പറയുന്നത് ഭാഗ്യമാണ്. നിങ്ങളെ നോക്കി ചിരിക്കാനല്ല, നിങ്ങളുടെ കൂടെ ചിരിക്കാനായിരുന്നു മധു ആഗ്രഹിച്ചത്. ആ മധുവിനെ വെറും ഒരു സ്റ്റുപ്പിഡ് റീസണിന്റെ പേരിൽ വിട്ടുകളഞ്ഞു. ലോക മണ്ടത്തരവ കാണിച്ചത്. അവൾ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ശ്രീയുടെ മനസ്സിൽ താൻ ചെയ്തത് തെറ്റാണെന്ന് തോന്നാൻ തുടങ്ങി. അവരവിടെ നിന്നും പോയ ശേഷം അവനാകട്ടെ ദീപകിന്റെ കൂടെ ഇരുന്ന് സംസാരിച്ച് മദ്യപിച്ച് കരയാൻ തുടങ്ങി. ആദ്യമായിട്ടായിരുന്നു അവൻ മദ്യപിക്കുന്നത്. മധുവിനെ ഞാൻ മറന്നിട്ടില്ല എന്നും അവൾ ഇപ്പോഴും എന്റെ മനസ്സിലുണ്ടെന്നൊക്കെ പറയുന്നു. ഒടുവിൽ അവളോട് മാപ്പ് പറഞ്ഞ് വീണ്ടും ഒന്നിക്കാനായിരുന്നു അവന്റെ തീരുമാനം. അങ്ങനെ അവനും അടുത്ത ട്രെയിനിന് കൊൽക്കത്തയിലേക്ക് പോകുന്നു. ശ്രീ വർക്ക് ചെയ്യുന്ന കോളേജിലേക്ക് എത്തി. അവിടുത്തെ ലൈബ്രറിയിൽ അവൾ ഉണ്ടെന്നറിഞ്ഞിട്ട് അവൻ അവിടേക്ക് ചെല്ലുന്നു. അവൾ അവിടെ ഇരുന്ന് എന്തോ വായിക്കുകയായിരുന്നു. സംസാരിക്കാൻ അവളുടെ അടുത്തേക്ക് ചെന്നതും അതിനു മുമ്പ് മറ്റൊരാൾ അവളുടെ അടുത്തേക്ക് വന്ന് സംസാരിക്കുന്നത് അവൻ കാണുന്നു. അത് അവളുടെ എക്സ് ആയിരുന്നു, നമിത് എന്ന് പറയുന്ന ആ പയ്യൻ. അവനും കുറച്ച് കാലങ്ങൾക്ക് ശേഷം താൻ ചെയ്തത് തെറ്റാണെന്ന് കരുതി തിരിച്ചു വന്നതാണ്. കറക്റ്റ് സമയത്ത് ശ്രീയും വന്നിരിക്കുന്നു. എന്നാൽ ശ്രീ അവളുടെ അടുത്തേക്ക് പോകാതെ ഇവരെന്താ സംസാരിക്കുന്നതെന്ന് അവിടെ നിന്ന് കേൾക്കുകയാണ്. താൻ ചോദിച്ച മണ്ടൻ ചോദ്യത്തിന്റെ പേരിൽ നമിത് അവളോട് സോറി പറയുകയായിരുന്നു. ഒരിക്കലും നീ വെർജിൻ ആണോ എന്ന് ഞാൻ ചോദിക്കാൻ പാടില്ലായിരുന്നു. അന്നേരത്തെ ബുദ്ധിമോശത്തിന് അങ്ങനെയൊക്കെ ചോദിച്ചതാ. എന്നാൽ ലൈബ്രറി ആയത് കാരണം അവരവിടെ ഇരുന്ന് കൂടുതൽ സംസാരിക്കുന്നില്ല. അവരടുത്തുള്ള റെസ്റ്റോറന്റിലേക്ക് പോയി. ശ്രീയും അവരെ ഫോളോ ചെയ്തു പോയി. അവൻ നോക്കുമ്പോൾ അവർ ചിരിച്ചുകൊണ്ട് എന്തൊക്കെയോ സംസാരിച്ചിരിക്കുന്നതാണ് കാണുന്നത്. നമ്മുടെ ബ്രേക്കപ്പിന് ശേഷം നീ പിന്നീട് വേറെ ആരുമായിട്ട് റിലേഷൻഷിപ്പിൽ ആകാഞ്ഞത് എന്താ? എന്തിനാണ് നീ നിന്റെ മാരേജ് നിന്നേക്കാൾ ഏജ് കൂടിയ ഒരാളുമായിട്ട് ഫിക്സ് ചെയ്തത്? അങ്ങനെയൊക്കെ നമിത് ചോദിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ശ്രീ പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് ചെല്ലുന്നു. ശ്രീയെ പെട്ടെന്ന് കണ്ടതും മധു ഒന്ന് ഞെട്ടി. ശ്രീ തന്നെ പരിചയപ്പെടുത്തുന്നു. നമിത്തിന് മനസ്സിലായി ഇയാളുമായിട്ടായിരുന്നു ഇവളുടെ വിവാഹം തീരുമാനിച്ചിരുന്നതെന്ന്. എനിക്ക് മധുവിനോട് തനിച്ചൊന്ന് സംസാരിക്കണമെന്ന് പറയുന്നു. അങ്ങനെയായപ്പോ നമിത് അവിടെ നിന്ന് മാറിക്കൊടുക്കുന്നു. ശ്രീ അവളോട് പറയുന്നത് ഇങ്ങനെയായിരുന്നു, വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലും ഞാൻ റിയാക്ട് ചെയ്ത പോലെ തന്നെ റിയാക്ട് ചെയ്യൂ. കാരണം ആ ആപ്പ് അങ്ങനത്തെ ആപ്പായിരുന്നില്ലേ. പക്ഷെ ഇപ്പൊ എല്ലാം ഓക്കെയാണ്. എന്റെ ദേഷ്യമൊക്കെ മാറി. ഞാൻ നിനക്ക് മാപ്പ് തരാനും തയ്യാറാണ്. അതുകൊണ്ട് മുന്നോട്ടും നിനക്ക് എന്തൊക്കെ ചെയ്യണമോ അതെല്ലാം തന്നെ ഞാൻ നിനക്ക് വേണ്ടി അലോ ചെയ്യും. പക്ഷെ എല്ലാം ഒരു ലിമിറ്റിൽ വേണം. അവൻ അങ്ങനെയൊക്കെ പറയുന്ന കേട്ടിട്ട് അവൾ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നിങ്ങൾ എന്തിന് ഓരോ കാര്യത്തിന് എന്നെ അലോ ചെയ്യണം? നിങ്ങളാണ് എന്റെ ലിമിറ്റ് തീരുമാനിക്കുന്നത്. എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള അവകാശം എനിക്കുണ്ട്. ഞാൻ കരുതിയത് നിങ്ങൾ ചേഞ്ച് ആയി എന്നാണ്. പക്ഷെ നിങ്ങൾ ഒരിക്കലും ചേഞ്ച് ആകാൻ പോകുന്നില്ല. നീ ഇപ്പോഴും എന്നെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്നെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ് ഈ ലിമിറ്റിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട്. പിന്നെ എനിക്ക് മാപ്പ് തരാൻ നിങ്ങളാരാ? മാപ്പ് തരാൻ വേണ്ടിയിട്ട് എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? നിങ്ങൾക്ക് പ്രണയം എന്താണെന്നറിയോ? പ്രണയത്തിന് പകരം തിരിച്ച് പ്രണയമാണ് കൊടുക്കേണ്ടത്. അല്ലാതെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അലോ ചെയ്യുകയും ലിമിറ്റ് വെക്കുകയല്ല വേണ്ടത്. എന്നെ സംബന്ധിച്ച് നമുക്കിടയിലുള്ള പ്രണയം ഈക്വൽ ആയിരിക്കണം. അങ്ങനെ ഈക്വൽ ആയിട്ടുള്ള സ്നേഹം നിനക്ക് തരാൻ പറ്റില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇതെന്തായാലും മുന്നോട്ട് പോകില്ല. അവൾ അത്രയും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി. ആ ടൈമില് ശ്രീയെ അവന്റെ സഹോദരൻ ഭാനു വിളിക്കുന്നു. ഇവരുടെ വെഡ്ഡിംഗ് പ്ലേസ് ക്യാൻസൽ ആക്കിയതിന്റെ ക്യാഷ് തിരിച്ചു വാങ്ങാൻ വേണ്ടിയിട്ട് ഭാനുവും വേറെ രണ്ടുപേരും അവിടേക്ക് വന്നിട്ടുണ്ട്. ഓൾറെഡി തന്നെ ഭാനുവിന്റെ വൈഫ് കുസുമും മകളും ചേർന്നിട്ട് ഇവിടെ മകളുടെ വർക്കിന്റെ കാര്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും പരസ്പരം കണ്ടിട്ടില്ല. ഭാനു ആകട്ടെ ശ്രീയെ തന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി വിളിക്കുന്നു. ശ്രീ അവരെ വന്ന് പിക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും കൂടി കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാകട്ടെ കുസുമ മറ്റൊരു ടാക്സിയിൽ പോകുന്നത് ഇവർ കാണുന്നു. ഈ ടാക്സിയിൽ ഇരുന്നു കൊണ്ട് കുസുമിനെ വിളിക്കുമ്പോഴാകട്ടെ കുസുമ നോക്കുന്നുണ്ട്. പക്ഷെ കുസുമിന്റെ കൂടെയുള്ള ആളെ കണ്ട് ഭാനു ഞെട്ടി. അത് ജോയി ആയിരുന്നു. അതായത് ഇവിടെ മകളുടെ കൂടെ വർക്കിന് വന്ന കുസുമാകട്ടെ ജോയുമായിട്ട് കിടന്ന് കറങ്ങുന്നു. ജോയും കുസുമും തമ്മിൽ എന്തോ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അതോടെ ഭാനു ആകെ ദേഷ്യത്തിലുമായി. ഒടുവിൽ രണ്ട് ഫാമിലിയും ഇതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടി വരികയാണ്. കുസും തന്നെ ചതിച്ചു എന്നാണ് ഭാനു പറയുന്നത്. ഇത് എത്ര കാലമായിട്ടാണ് നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ കുസും പറയുന്നുണ്ട്, അതൊക്കെ
പറഞ്ഞിട്ട് ഇനി എന്താ കാര്യമെന്ന്. ഒരു മാസത്തിന് പകരം ഒരാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേദന കുറയോ? ഇല്ലല്ലോ. നിനക്ക് നാണം തോന്നിയില്ലേ എന്ന് അയാൾ ചോദിക്കുമ്പോൾ കുസും പറയുന്നുണ്ട്, ഒരുപാട് തോന്നിയിട്ടുണ്ട്. ഞാൻ എങ്ങനെ അങ്ങനെ ചെയ്യും, ആ തെറ്റ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പലതവണ തോന്നിയിട്ടുണ്ട്. ജോയും മധുവിന്റെ കല്യാണാലോചനയുമായിട്ട് കുസുമിന്റെ അടുത്ത് എത്തിയ സമയത്ത് ജോയുമായിട്ട് ഇവർ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ നല്ല ഫ്രണ്ട്ഷിപ്പിലായി. പതിയെ പതിയെ അതൊരു പ്രണയത്തിലേക്ക് കടന്നു. ജോയുടെ കൂടെ സംസാരിക്കാൻ ആരംഭിച്ചിട്ടാണ് എനിക്ക് എന്റെ ഐഡന്റിറ്റി പോലും എന്താണെന്ന് മനസ്സിലായത്. ഞാനെന്ന വ്യക്തിയെ ജോയ് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 28 വർഷമായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ അന്വേഷിച്ചുകൊണ്ടിരുന്ന ആ ഒരു പ്രണയം ഉണ്ടല്ലോ, അതെനിക്ക് കുറച്ച് നാളുകൊണ്ട് ജോയുടെ അടുത്ത് നിന്ന് മനസ്സിലാക്കാൻ പറ്റി. നമുക്കിടയിൽ പ്രണയമേ ഉണ്ടായിരുന്നില്ല. നിങ്ങൾ എന്തിനും ഏതിനും എന്നെ തടുത്തുകൊണ്ടേയിരുന്നു. എന്റെ ഐഡന്റിറ്റി തന്നെ ആ വീട്ടിൽ ഇല്ലാതായിരുന്നു. ജോയെ കണ്ട ശേഷമാണ് എന്റെ ലൈഫിൽ അതെല്ലാം തിരിച്ചു കിട്ടിയത് എനിക്ക്. ഞാൻ ഇത്രയും കാലം ആരുടെയോ ഭാര്യയായിരുന്നു, ആരുടെയോ സഹോദരിയായിരുന്നു, ആരുടെയോ ചേട്ടത്തിയായിരുന്നു, ആരുടെയോ അമ്മയായിരുന്നു. പക്ഷെ ഞാനായിരിക്കുന്നത് ഈ ജോയുടെ കൂടെയാണ്. എന്നാൽ ഇത് കേട്ട് ഭാനു പറയുന്നത്, നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തോന്നുന്നു എന്താണ്? ഞാൻ മകളെ പഠിപ്പിച്ചു, അവളെ ജോലിക്ക് പോകാൻ അനുവദിച്ചു. നിനക്ക് ബിസിനസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിനെ എതിർത്തില്ല. അതിനെല്ലാം ഞാൻ അലോ ചെയ്തു. എന്നാൽ ഇത് കേട്ട് കുസും പറയുന്നത്, നിങ്ങൾ ആരാണ് അവളെ ജോലിക്ക് വിടാനും എന്നെ വർക്ക് ചെയ്യാൻ അനുവദിക്കാനും? അതിന് നിങ്ങളുടെ ഒന്നും അനുവാദം എനിക്ക് വേണ്ട. എല്ലാ കാര്യത്തിലും നിങ്ങൾ ഇങ്ങനെ അലോ ചെയ്യുകയും ലിമിറ്റ് വെക്കുകയും അനുവാദം തരികയും ചെയ്യുന്നതായിരുന്നു നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം. സ്വന്തം മകള് ജോലിക്ക് പോകുന്നതിന് നിങ്ങളുടെ സഹായം വേണ്ട, അവൾ പോയിക്കൊള്ളും. നിങ്ങൾ അതിന് അലോ ചെയ്യേണ്ട കാര്യവുമില്ല. എന്നാൽ നിന്റെ പ്രായത്തില് ആരെയും ബിസിനസ് ചെയ്യാൻ ഒരു ഭർത്താക്കന്മാരും അനുവദിച്ചിട്ടില്ല എന്നും ഈ നാട്ടിൽ അങ്ങനെ അനുവദിച്ച വ്യക്തി ഞാൻ മാത്രമാണെന്നും അയാൾ പറയുമ്പോൾ അവർ പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്തെന്നാ പറയുന്നത്? ആ മസാലാസും അച്ചാസും എല്ലാം തന്നെ ഉണ്ടാക്കുന്നത് ഞാൻ തന്നെയാണ്. സ്വന്തം കൈകൊണ്ട് അതെല്ലാം ഞാൻ ചെയ്യുന്നത്. അതിനകത്ത് നിങ്ങൾ ഒരു രീതിയിലും എന്നെ സഹായിച്ചിട്ടുമില്ല, ഒരു ഇൻവോൾവ്മെന്റ് നിങ്ങളുടേതായിട്ടില്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് അലോ ചെയ്തു എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പിന്നെ നിങ്ങൾ എനിക്ക് ഒരു രീതിയിലുള്ള ബഹുമാനവും തന്നിട്ടില്ല. എല്ലാവരുടെയും മുന്നിൽ വെച്ച് എപ്പോഴും എന്നെ നാണം കെടുത്തി. ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന ആഹാരത്തിലെല്ലാം തന്നെ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കും. എത്ര നന്നാണെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് അതിനെ അപമാനിക്കുകയും നിങ്ങൾ ചെയ്തിട്ടുള്ളൂ, അതും മറ്റുള്ളവരുടെ മുൻപിൽ വെച്ചിട്ട്. അതെനിക്ക് എത്രത്തോളം വിഷമം ഉണ്ടാക്കിയെന്ന് നിങ്ങൾ ഒരിക്കൽ പോലും മനസ്സിലാക്കിയിട്ടില്ല. ഇവർ ഇത്രയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഭാനുവിന് അതൊന്നും മനസ്സിലാക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ എല്ലാം ശരിയാകും, നീ ഇനി അവനെ കാണാൻ നിൽക്കണ്ടെന്നാണ് പറയുന്നത്. എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്ന ഭാനുവിന്റെ കുസുമിന്റെ മകള് പറയുന്നുണ്ട്, നിങ്ങൾക്കിവിടെ നടക്കുന്നത് മനസ്സിലായില്ലേ എന്ന്. എന്റെ അമ്മ പ്രണയത്തിലായിരിക്കുകയാണ്, അതുകൊണ്ട് അമ്മയുടെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടാകും. ആ കാര്യത്തിന് ഞാൻ അമ്മയെ എതിർക്കില്ല. ഈ കാര്യങ്ങളെല്ലാം കേട്ടുകൊണ്ട് നിന്ന നമ്മുടെ സ്ത്രീക്കും ചില കാര്യങ്ങൾ മനസ്സിലാകാൻ തുടങ്ങി. അവൻ ഇത്രയും കാലം ചിന്തിച്ചുകൊണ്ടിരുന്ന ആ ഒരു ചിന്താഗതി ഉണ്ടല്ലോ, അത് വളരെ മോശമാണെന്ന്. കാരണം ഭാനു എങ്ങനെയാണോ സംസാരിക്കുന്നത് അതുപോലെയായിരുന്നു അവൻ മധുവിനോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. അവളെ എന്തിനു അലോ ചെയ്യും, അവൾക്ക് ലിമിറ്റ് വെക്കും എന്നൊക്കെ. ഒരു സ്ത്രീയുടെ ആഗ്രഹങ്ങൾക്കോ അവളുടെ സ്വപ്നങ്ങൾക്കോ ആർക്കും തന്നെ ലിമിറ്റ് വെക്കാൻ സാധിക്കില്ല എന്നും അതവളുടെ വ്യക്തിപരമായ കാര്യങ്ങളാണെന്നുള്ള സത്യം ശ്രീ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ശ്രീയും ഇത്തവണ കുസുമിനെ സപ്പോർട്ട് ചെയ്യുന്നു. തന്റെ വൈഫിന് തന്റെ അടുക്കളേക്ക് തിരിച്ചു വരില്ല എന്നുള്ള സത്യം ഭാനു മനസ്സിലാക്കി. ജോയും ഭാനുവിനോട് പറയുന്നുണ്ട്, ഞാൻ കുസുമിനെ പ്രണയിക്കുന്നുണ്ട്, അതിലെനിക്കൊരു വിഷമവുമില്ല. ഞാൻ അതിന് നിങ്ങളോട് സോറിയും പറയില്ല. നീ എന്നെ വെറുക്കുന്നുവെന്ന് ഭാനു ചോദിക്കുമ്പോൾ കുസും പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ ഒരിക്കലും വെറുക്കില്ല, പക്ഷെ എനിക്ക് നിങ്ങളെ സ്നേഹിക്കാൻ സാധിക്കുന്നില്ല. അയാൾ വീണ്ടും അവരോട് പറയുന്നുണ്ട്, ഞാൻ നിനക്ക് മാപ്പ് തരാം, നീ തിരിച്ചു വരാൻ. എന്നാൽ അവരതിന് തയ്യാറായിരുന്നില്ല. കുസുമിന്റെ മകളും ശ്രീയും എല്ലാം തന്നെ കുസുമിനെ സപ്പോർട്ട് ചെയ്യുന്നു. ചേട്ടനുമായിട്ട് നിങ്ങൾ പിരിഞ്ഞാലും ഇത്രയും കാലം നിങ്ങൾക്ക് ഞാൻ തന്നുകൊണ്ടിരുന്ന റെസ്പെക്റ്റും ആ ഒരു സ്നേഹവും ഇനിയും ഞാൻ നിങ്ങൾക്ക് തരുമെന്ന് ശ്രീ പറയുന്നു. അങ്ങനെ പിന്നീട് കുസുമും ജോയും ശ്രീയും മധു എല്ലാം തന്നെ കാറിൽ പോവുകയായിരുന്നു. ആ ടൈമിലാണ് മധുവിന്റെ ഗ്രാൻഡ്മയ്ക്ക് സുഖമില്ലാന്ന് പറഞ്ഞ് വിളിച്ചത്. അങ്ങനെ അവർ അവിടേക്ക് പോയി. മധുവിന്റെ കല്യാണം കാണണമെന്നായിരുന്നു ഗ്രാൻഡ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം. അതിനു മുമ്പ് ഇവർ വീട്ടിലൊരു പൂജ നടത്താൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അതുവരെ ഈ അമ്മമ്മ ജീവനോടെ ഇരിക്കുമെന്ന് ഇവർക്കറിയില്ല. അതുകൊണ്ട് അവർ ജീവിച്ചിരിക്കുന്ന ടൈമിൽ തന്നെ ആ പൂജ എത്രയും പെട്ടെന്ന് നടത്താൻ ഇവർ തീരുമാനിക്കുകയാണ്. ശ്രീയും പറയുന്നുണ്ട്, തന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ ഹെൽപ്പും താൻ ചെയ്യാമെന്ന്. തന്റെ തെറ്റ് മനസ്സിലാക്കിയ ശ്രീ ആകട്ടെ മധുവിനോട് വീണ്ടും എടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അങ്ങനെ ആ ചടങ്ങുകൾക്കിടയിലെല്ലാം തന്നെ അവൻ തന്റെ മെയിൽ ഈഗോ എല്ലാം തന്നെ വിട്ടു. എല്ലാ കാര്യങ്ങളിലും എല്ലാവരുടെയും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തു. പതിയെ പതിയെ അവനിൽ വരുന്ന മാറ്റം മധുവും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ പൂജയെല്ലാം കഴിഞ്ഞ് ആ ഒരു വിഗ്രഹം വിസർജനം ചെയ്യുന്ന സമയത്ത് നല്ല മഴ പെയ്തു തുടങ്ങി. എല്ലാവരും ദൂരേക്ക് മാറിയപ്പോൾ മധുവും ശ്രീയും മാത്രം അവിടെ നിൽക്കുന്നു. ശ്രീ അവളോട് സംസാരിക്കാൻ ആരംഭിച്ചു. തനിക്ക് തന്റെ തെറ്റ് മനസ്സിലായി എന്നും നീ എന്നോട് ക്ഷമിക്കണമെന്നും അവളോട് പറയുന്നു. ഞാൻ എന്റെ ചേട്ടൻ ഭാനുവിനെ പോലെ ആകാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ കുറെ കാലമായിട്ട് ഇവളോട് പറയാൻ ആഗ്രഹിച്ചിരുന്ന ആ ഒരു സത്യം കൂടി അവൻ തുറന്നു പറയുന്നു. താൻ വെർജിനാണ്. ഞാൻ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിരുന്നു. എന്റെ ചിന്താഗതികളും അങ്ങനെയായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. പക്ഷെ എന്റെ ഫാമിലിയിൽ അങ്ങനെയൊന്നും ആയിരുന്നില്ല. അവരുടെ ചിന്താഗതി എന്തായിരുന്നു അത് എന്നിലേക്ക് പകരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയതും. അതുകൊണ്ട് ആ ചിന്താഗതിയെല്ലാം വിട്ട് നല്ലൊരു വ്യക്തിയായി മാറാൻ ഞാൻ നല്ല രീതിയിൽ ട്രൈ ചെയ്യുമെന്ന് കൂടി ശ്രീ പറയുന്നുണ്ട്. എനിക്ക് ഒരു ചാൻസ് കൂടി തരുമോ എന്ന് അവൻ ചോദിക്കുന്നു. അവൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെന്ന് മധുവിന് ബോധ്യപ്പെട്ടതോടുകൂടി അവൾ അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർ വീണ്ടും ഒന്നിക്കുകയാണ്. അതുകണ്ട് അവരുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം തന്നെ ഹാപ്പി. ഇവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയിലേക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും